അണ്ണാ ചന്ദന തെളിവിളിച്ച ഉണ്ടല്ലേ ഇതൊന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിത് വിധന്ന ചോദ്യം ചോദിക്കാൻ പോകണം. അപ്പം മിഥുനെ വിറപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കാൻ പോണേ. നമ്മള് മിഥുന ഈകളെ പറ്റി ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് നീ പറയാൻ? ഏത് ഈകള്? ഏതാ ഈകള് ഗൂഗിള്? അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ, എടാ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല. അവനക്ക് ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നെ വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നെ വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. കോമാളികളെ വെല്ലുവിളിക്കാറില്ലേ? വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയതല്ല, ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോയില്ല. ഇവന്റെ ഫാൻസ് വന്ന് ഇന്ന ഉണ്ടാക്കുന്നുണ്ട്. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ആടുംകുട്ടികൾ പോവുക. ഇവിടെ കണ്ടുപോരുത്, ഈ ഭാഗത്ത് കണ്ടുപോരുത്, സ്കിപ്പടിച്ച് പോകണം. കൊടുങ്ങല്ലൊരു ഭരണിയാണ് ഞാൻ പറയും. എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചിട്ട്. നമുക്ക് ഈ പുണ്ടച്ചിമോൻ നിന്ന് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. ഞാൻ ചാവ് എന്താ ചെയ്യാ? എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ പുണ്ണ. നിനക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എടാ അപരാധി പുണ്ടച്ചി മോനെ, നീ സായോപ്പി ആവാൻ നോക്കിയാലില്ലേ? പോപ്പിന്റെ കൊട്ടപ്പറയാവൂ. അത് മനസ്സിലാക്കണം. നീ ആളറിഞ്ഞ് കളിക്കണം. നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ പോയി. നിന്റെ തലയില് തീട്ടാണോ നാറി? സത്യം പറഞ്ഞാല് എന്താ ഞമ്മ ഗെയിമർ ഉണ്ടാ വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇത് നമ്മുടെ സീരിയസ് കോൺവെർസേഷൻ ആണോ ഇല്ല കോമഡി ആണോ? സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. പുണ്ടച്ചി ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊടിക്കുന്ന നായെ. ആരോടാ നിന്റെ വിചാരം? നിന്നെ ഞാൻ പേടിക്കുന്ന ഫാൻസ് പുണ്ടച്ചികള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിക്കും. നീ ഊമ്പും പിന്നെ നീ പറ്റുന്ന പണിക്കിപ്പോ. പിന്നെ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഇവന്റെ ഫാൻസിന് സംസ്കാരമാണ്. ഇവൻ തന്നെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് അയക്കാൻ. നാണണ്ട നാറി. നിന്റെ ഫാൻസിന് തീരെയും പുള്ളി പറഞ്ഞത് ഞങ്ങളുടെ ഡിസ്കോഡ് കൊണ്ടിടുന്നത് PR വർക്കായിട്ട്. 10-15 വയസ്സുള്ള പിള്ളേരായിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. എടാ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ളങ്ങ അടിച്ചു കുടിക്കും. എന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി ഇറങ്ങുന്ന എന്നെ പറയാൻ നിക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിക്കണ്ട. നിന്റെ ചപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഡയലോഗ് ആണല്ലോ കേട്ടോ. 10ാം ക്ലാസ്സിലെ ഫൈറ്റ് എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട് മര്യാദ തെറി പറയാൻ അറിയാത്തോണ്ടല്ലോ കേട്ടോ. നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള്. ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിക്കണ്ട കേട്ടോ. എനിക്ക് ഇന്ത്യ ഔദാര്യത്തിലല്ല ഞാൻ വന്നത്. കേട്ടറാ ഡ്രീമർ, നീ കേൾക്കുന്നുണ്ടോ? നീ ഡ്രീമർ OP
കേരളത്തിന്റെ ബ്രാൻഡാ. പിന്നെ കുറച്ച് മോനെ ഞാൻ ഭരണിപ്പാട്ട് എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ല, സായി പോപ്പി അല്ല ഏത് മറ്റോ വന്നാലും എനിക്ക് പറയാൻ അറിയാം. നമ്മളും കുറെ തെറി പറയാൻ അറിയാത്തുണ്ട്, കുറെ ക്ഷമിക്കുന്നുണ്ട്. നാറി നിന്നെപ്പോലുള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കത് രണ്ടോണം ഉണ്ടോ എന്തോന്ന് പറയാൻ വലിയ ഗെയിമറാണ് യൂട്യൂബറാണ് വിചാരിച്ചു എന്റെ നെഞ്ചത്ത് കയറി നിക്കരുത്. അപരാധി മോനെ ഓടാവിടുന്നു. ഇനി എന്നെ കൊണ്ട് ഇന്നെ ഞാൻ വരപ്പിച്ചു കേട്ടോ. ഫാൻസ് മുണ്ടച്ചാളെ ഞാൻ പറയുന്നത് അവർക്ക് പന്തയില്ലായ്മത്തരം കാണിക്കും. നെഞ്ചിടുവേ എന്റെ അളിയാ, ഏതൊക്കെ യൂണിവേഴ്സ് അല്ലേ ഇതൊക്കെ. ശരത്ത് എന്ന് പറയുന്ന ഗെയിമർ എന്നെ റിയാക്ട് ചെയ്തു. നമുക്ക് റിയാക്ടിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? ഇതെല്ലാം തുടങ്ങിയത് എന്റെ ഈ ഫോട്ടോയിൽ നിന്നല്ലേ? இப்ப திருச்சி நீ ரியாக்ட் பண்ணிருக்கல ശരത്തെ നീ ഗെയിമറൊക്കെ തന്നെയാണ്, പക്ഷെ എന്നെ അറിയില്ല. കാരണം എന്താ പറഞ്ഞാലേ ഞാൻ ഇന്റർനാഷണൽ കളികളെ കളിക്കുന്നത്. അപ്പൊ നിനക്ക് എന്നെ അറിയാതെ ഇത് നിന്നോട് ഇനിയിപ്പം ചോദിച്ചാൽ അറിയില്ല. കാരണം എന്താ, നീ ഗെയിമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണ്. നീ പുറത്തേക്ക് വാ, പുറത്തേക്ക് വരുമ്പോഴാണ് ഓരോ സൂപ്പർ സ്റ്റാറുകളെ അറിയാൻ പറ്റുക. ഇവൻ എ ക്ലാസ് റേജ് ബെയ്റ്റാ, മനസ്സിലായ? ഇത് അറിഞ്ഞോണ്ട് ചെയ്യുന്നതാ. ഇവനിത് അറിഞ്ഞോണ്ട് ചെയ്യുന്ന ഇത് റേജ് ബെയ്റ്റ് ആണ് ശരിക്കും. നിങ്ങൾ ഈ ബെയ്റ്റിൽ ഇത് 100% റേജ് ബെയ്റ്റ് ആയത്. എടാ ഇവൻ അറിയാം ഇവൻ ഒന്നും അല്ലെന്നത്. ഇവൻ ഈ സ്വന്തമായിട്ട് സൂപ്പർ സ്റ്റാർ എന്നും മറ്റേ ഇതൊക്കെ പറയണേ. പുള്ളി എന്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്നേ? വിജയുടെ ഇതെടുത്തിട്ട് വിജയ് അണ്ണൻ ഉയര ആ സാധനം പറയണം, അതാണ് കോണ്ടന്റ്. ഇത് റേജ് ബെയ്റ്റ് ആണ് ശരിക്കും. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? സായിപ്പിന്റെ ഫോട്ടോ വെട്ടി വെക്കുന്നു, എന്റെ ഫോട്ടോ വെട്ടി വെക്കുന്നു, വേറെ നടന്മാരുടെ ഫോട്ടോ വെട്ടി വെക്കുന്നു. മീൻസ് ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ആൾക്കാർ അറിയാൻ വേണ്ടിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണ റേജ് ബെയ്റ്റ്സ് ഇതൊക്കെ. പരബ്രഹ്മനായിരുന്നോ? നീ ഭയങ്കര PR ആളിയാണ് നിനക്ക് ഇപ്പൊ കേട്ടോ. ഭയങ്കര ശോകമാണ്, ഇങ്ങനെ ചെയ്യരുതടാ. നീ എന്തിനാ ഈ PR ചെയ്യണേ ഇങ്ങനെ ഡ്രീമറെ? ഞാൻ കണ്ടളേ, ഇത് ആരളേ ഇതൊക്കെ? ഞാൻ വണ്ടി ഓടിച്ചോണ്ട് കാണുമായിരുന്നു. ഇതൊക്കെ ആര്? എനിക്ക് അറിഞ്ഞൂടാട്ടാ. മിഥുനന്റെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും. അല്ല ഈകളെ നീയല്ല ഇന്നലെ അവനെ തെറി വിളിച്ച എന്നെ ഫോൺ വിളിച്ചിട്ട് ഇവനെ ഇടിക്കണമെന്നൊക്കെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞിട്ടില്ല. നീലല്ല ഇന്നലെ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടില്ല. നാളെ വലിച്ചെടുത്തോണ്ടെങ്കിൽ വരും വീട്ടിലോട്ട് കയറി കേട്ടാ. എനിക്ക് മിഥുനനെ പേടിയാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മിഥുനനെ പേടിയാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിക്കാൻ പോണേ. അപ്പൊ മിഥുനെ പിറപ്പിക്കുന്ന ചോദ്യമാണ് നമ്മള് മിഥുന ഈകളെ പറ്റി ധൈര്യം ഉണ്ടോ? പറയാ ഇതെന്താ താഴത്തിരിക്കുന്ന ഒരുമാതിരി കുട്ടിക്കുരങ്ങിനെ പോലെ ചിരിക്കുന്നു? എവന്റെ വിചാരം എവന്റെ ചിരി പൃഥ്വിരാജിന്റെ ഒത്ത ചിരി എന്നാണ് എവന്റെ വിചാരം. ഇവിടെ പറയും നിന്റെ മോഹൻ നാളെ വെട്ടിയിടോടാ. മറുപടി പറയണ നിന്റെ ലൈവ് പറയണേ. ഇല്ല ഇവിടെ പറയല്ല. ഞാൻ ഉടുതുണി അയച്ചിട്ടൊന്നല്ല നിന്നത്, ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ. വിചാരം കണ്ട ഞാൻ ഒന്നുമില്ല നിന്നിട്ട് എന്തോ കാണിച്ചു കൂട്ടുകയാണ്. കളിക്കുമ്പോ നിന്നോട് ഞാൻ എപ്പോഴും തലത്ത് പോയി കളിക്കണം. അത് 2 മീശയുടെ തുമ്പ് അവിടെ നിന്ന് മുറിച്ച് വായിലോട്ടിട്ട് തുപ്പി. അതാണ് ഇപ്പൊ ചെയ്തത്. അല്ല ഇപ്പൊ അതാണ് ചെയ്തത്. എന്റെ ഡിസ്കോഡിൽ ഇവ വന്നിരിക്കുവാണ്. ഞാൻ വിളിച്ചു
എന്റെ ലൈവ് കൂടെ മിഥുനണ്ണനെ ഒന്നും പറയാൻ സമ്മതിക്കില്ല അളിയ. ഒന്നും സമ്മതിക്കില്ല അളിയ. എന്താ എന്ത് വൃത്തിയോടെ ഈ പറയുന്നത്? എന്റെ വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെയാണ് പറയാ? നായേ എന്ത് ലോക മേഡം, എനിക്ക് നാവും കൊണ്ട് തരിക്കുന്നു. സത്യം പറഞ്ഞ വിജയണ്ണൻ ഞങ്ങൾ എന്താ പഠിപ്പിച്ചറിയോ? മാതാ പിത വിജയണ്ണൻ ഉയർ. അതെന്താ അറിയോ? എടാ ചന്ദ്ര, പിന്നെ ഇതൊക്കെ പറയാൻ രണ്ട് പറയണ്ടേ പിന്നെ? വിജയണ്ണനോ? പിന്നെ ഇത് ആരാണ് പഠിപ്പിച്ചത് അവനെ? അവന്റെ അച്ഛനാ? എന്താ പുള്ളി പറഞ്ഞത് ആദ്യം ഇവരുടെ മാതാപിതാ ഗുരു ദൈവം തന്നെയാണ്. അത് ആര് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണത്. അതിന് മാറ്റമൊന്നുമില്ല. ഒരാളെ ഇഷ്ടമാവുന്നതൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസഡ് ആയിട്ട് പ്രാന്തായി പോരുത്. കഞ്ചാവൻ മാതാപിതാ വിജയണ്ണനോ? അമ്മേനെ റെസ്പെക്ട് ചെയ്യാം, പിന്നെ അച്ഛനെ റെസ്പെക്ട് ചെയ്യാം, എന്നിട്ട് ഇന്നെ റെസ്പെക്ട് ചെയ്യാതെ സ്നേഹിച്ചാൽ മതിയെന്ന്. ആ മനുഷ്യനെ കുറിച്ച് നീ ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞത് എനിക്ക് തോന്നണേ പറയുന്നത്. എനിക്ക് തോന്നണേ വിജയ് എന്ന് പറഞ്ഞ വേറെ പറ്റിച്ചവനെ സ്കാം ചെയ്താരോ കൊണ്ടുപോയി. അല്ല ഇത് ഇത് ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ലാണ്ട് നീ ഇപ്പൊ മതി. എന്നെ നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ എന്റെ വിജയണ്ണനെ പറഞ്ഞു ഞാൻ സഹിക്കില്ലടാ, സഹിക്കില്ല. സത്യം എനിക്കിങ്ങോട്ട് ചൊല്ലി വരുന്നു. പറഞ്ഞത് കേട്ടോ, ഇവൻ സത്യം പറഞ്ഞത് ഡ്രീമറെ ഇതടാ അളിയ, ഇത് റേജ് ബൈറ്റ് ആടാ. നീ ഇതില് വീടല്ലേ അളിയ? ഇത് ടോപ്പ് നോച്ച് റേജ് ബൈറ്റ് ആ, മനസ്സിലായ? എടാ ഇവനെ അറിയാം. ഇവൻ വിജയുടെ ഇത്ര ഡൈഹാർഡ് ഫാൻ ഒന്നുമല്ല. ഇവ വിജയുടെ പടം ഇറങ്ങിയ പോലും 10ാമത്തെ ദിവസം കാണുന്നവനാ, മനസ്സിലായ? ഉറപ്പാണ് അളിയ. ഇതൊക്കെ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് വിജയ് ഫാൻസ് വരെ ഇവനെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്ന അടുത്തിനാണ്. അപ്പൊ നീ ഈ റേജ് ബൈറ്റ് പോയി വീഴല്ലേ? ഇത് പക്ക റേജ് ബൈറ്റ് ഇത്. നീയാ തുടങ്ങിയത് അളിയാത്. ഇവൻ ഈ വീഡിയോ ഞാൻ ഇത്തിരി പറഞ്ഞ ഞാൻ എന്റെ അണ്ണ പറഞ്ഞാണ് ഞാൻ ചോദിച്ചത്. എന്റെ അണ്ണ ആര്? എന്റെ അണ്ണനെ ഇടിക്കുമോ വിജയണ്ണൻ? ഞാൻ എന്തിനു റിയാക്ട് ചെയ്യുന്നറിയാവോ? നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ, നിന്നെ ഇടിക്കാൻ വരുമെന്ന് പറഞ്ഞവൻ അതിന് റിയാക്ട് ചെയ്തതിനാണ്. ഇതിലെനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഡിസ്കോഡ് എന്നൊക്കെ പറഞ്ഞ അറിയാമെന്ന് എനിക്ക് അറിയില്ല. അതിലേക്ക് കയറി വന്നതാണ് ഈ ചന്ദ്രൻ ഡ്രീമർ ഗെയിമിംഗ്. പുള്ളിയുടെ അഭിപ്രായങ്ങൾ മുഖം കാണിച്ച് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് എന്റെ തത്സമയത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. നീ അവന് കണ്ടന്റ് കൊടുക്കണം. ഇപ്പൊ അവൻ പറയും എന്നെ നിന്റെ അണ്ണൻ കണ്ടാ പേടിച്ച് എന്റെ അടുത്ത് നാളത്തെ നിന്റെ അണ്ണന്റെ കുഞ്ഞി നീക്കണം എന്റെ മുന്നിൽ, നിനക്കെന്താ ഇത്ര പാട് കുനിയായിരിക്കും നാളത്തെ ക്യാപ്ഷൻ. ഉറപ്പായിരുന്നു കൺഫേം. എനിക്ക് പേടിയാണ്. എനിക്ക് ഇതിനെ പേടിയാ. പപ്പടത്തിനാണ് ചെറിയ പിള്ളേർ എന്തേലും പറഞ്ഞാല് തള്ളക്ക് വിളി. ഇതാണ് ഇവരെ സംസ്കാരം. അതിലേതോ ഒരു ജില്ലയിലാണ്. എനിക്ക് മനസ്സിലായി, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാട്ടിലുള്ള പ്രശ്നം ഞാൻ പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി. അത് ശരത്തേട്ടനാണല്ലോടാ. പപ്പടത്തിനടി പുനലൂര് കൊല്ലത്തല്ലേടാ. കൊല്ലത്തുള്ള എല്ലാരും ബ്രോ, കൊല്ലത്തുള്ള എല്ലാവരും അങ്ങനെയാണെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ സംസാരിക്കുള്ളൂ. കൊല്ലത്തുള്ളവരല്ല അല്ലെ, ഞാൻ നന്നായി അളിയാ. എന്റെ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാ. നീ 17,000 പേര് TV കാണുന്ന സ്ട്രീമാ എന്റെ. അപ്പൊ കൊല്ലത്തുള്ള എല്ലാവരും അങ്ങനെ അല്ല മിഥുനണ്ണ. ചില ആൾക്കാർക്ക് അടി ഉണ്ടാകുന്നേ ഉള്ളൂ. നീ പാലഭിഷേകമല്ല ചെയ്തത്, നീ തേങ്ങാഭിഷേക ചെയ്തത്. സത്യം പറഞ്ഞ എന്ത് തള്ളാതെ. നീ ഒരു ഫാനാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇമ്മാതിരി ഇത് പറയൂ. അദ്ദേഹത്തിന് ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതി പറയൂ. നീ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നീ അദ്ദേഹത്തിനെ പറയൂ. നീ ഫാനൊന്നല്ല, നീ വെറും എന്താ പറഞ്ഞാല് അദ്ദേഹത്തിന് തരം താഴ്ത്തിട്ട് സംസാരിച്ചത്. പാലഭിഷേകം പൊന്നു മോനെ ഇഷ്ടം മിഥുനൻ. അതിന് കൊല കൊമ്പം വന്നാലും നമുക്ക് വിഷയമില്ല. എന്റെ രോമത്തിന് ഇരിക്കില്ല. മാരാതിരിക്കുന്ന തട്ടത്താണ് തന്നെ ഇരിക്കും. ഞാൻ ഒരു വാട്ടി சொன்ன நீயே பேச்சே நானே கேட்க மாட்டேன். இது நீனே பேச்சே நானே கேட்க மாட்டேன். என்னடா சொன்னா? இது ரேஜ் வெயிட் ஆக வச்சது.
Already have enough going on my life, and you didn't even meet me the bare minimum requirement to be in my league. So no, ain't I gonna watch this set nor engage with you any further. Also, you look like you are in mid of 20s. I am genuinely not sure if people still develop brain at this age, but you should seriously try. Peace out. എടാ അവനെ കേട്ടോടാ കുണ്ണെ പീസ് ഔട്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ള ഇംഗ്ലീഷ് മനസ്സിലാവൂല അവനത് മനസ്സിലാവില്ല. ആ പിഞ്ചി വെച്ചേക്ക നല്ല എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അണ്ണൻ ഉയരുന്നു. ഇതൊക്കെ ഫേക്ക് ഫാൻസ് ആണ് കേസ്. ഇതൊന്നും ഒരിക്കലും ഒരാളുടെ തീർന്നു ഇളവി. അദ്ദേഹം സിനിമയിൽ പടിയിറങ്ങി എന്റെ കറച്ചിലേട്ടാ പറയാൻ വാക്കുകളില്ല. എന്നെ വിജയണ്ണ ഒന്ന് നിങ്ങൾ തിരിച്ചു വാ, ഒന്ന് നിങ്ങൾ സിനിമയിലേക്ക് തിരിച്ചു വാ. നിങ്ങളില്ലാതെ എനിക്ക് താല്പര്യമില്ല. നിങ്ങളാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങളില്ലേ പിന്നെ എന്ത് സിനിമ, ഞമ്മക്ക് എന്ത് ഫാൻ ഫൈറ്റ്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. ഇത് കണ്ട ഒരെണ്ണം പോയി ഒരു പ്രിന്റ് എടുത്തോണ്ട് വന്ന് ജസ്റ്റ് ഇവൻ വീഡിയോ ചെയ്യുന്നത് സെല്ലോ ടേപ്പ് വെച്ച് ചുമ്മാ ഒട്ടിച്ച് വെച്ചേക്കുക. നിങ്ങളില്ലെങ്കിൽ ഇവിടെ ഒരു ഫാൻ ഫൈറ്റും ഇല്ല. തിരിച്ചു സിനിമയല്ല, ഞാൻ വിശ്വസിക്കുന്ന വാക്കുകളില്ല. ഞാനൊരു കാര്യം പറയട്ടാടാ, ഒന്നും പറയലടാ. ഇത് നാളെ ഉണ്ടല്ലോ, നാളെ നിന്റെ പാച്ചൂസും നീയും പാച്ചൂസും ദേവൂട്ടനും ഇരിക്കുന്ന ഹോട്ടലിൽ ദേവൂട്ടന്റെ സ്ഥാനത്ത് യവയിരിക്കും.